ഹായ് എവ്രി വൺ. 180 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 10 ആണിന്ന്. കഴിഞ്ഞ 10 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഹാർഡായിട്ടുള്ള ഡേ ഇന്നായിരുന്നു. ഇന്ന് എനിക്ക് ഒരുപാട് റെസിസ്റ്റൻസ് വന്നു. ഞാൻ ഫിസിക്കലി ടയേർഡായിരുന്നു, മെൻ്റലി ടയേർഡായിരുന്നു. എനിക്കിന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തന്നെ ഞാൻ കുറേ ടൈം കൊടുത്തു. ഇന്ന് ഞാൻ എൻ്റെ കൂടെ ഇരുന്നു, ഒരുപാട് ഞാൻ കരഞ്ഞു. ഇന്ന് എനിക്കൊരു റിലീസിങ് ഡേ ആയിരുന്നു. ഒരുപാട് സപ്രസ്ഡ് ആയിട്ട് ഞാൻ വെച്ചിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ഇന്ന് ഞാൻ റിലീസ് ചെയ്തു. ഞാൻ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. ഞാൻ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചു. ഞാൻ എന്നെ ബ്ലെയിം ചെയ്തില്ല. അൺകംഫർട്ടബിൾ ആയിട്ട് ഇന്ന് ഒരുപാട് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ ആ ഫീലിങ്സിൻ്റെ കൂടെ ഇരുന്നു. ഞാൻ കുറേ കരഞ്ഞു, അതൊക്കെ റിലീസ് ചെയ്തു. എൻ്റെ അടുത്ത് നന്നായിട്ട് പെരുമാറി. അതുപോലെ ഇന്ന് ഞാൻ പുറത്ത് പോയി, ടൗണിൽ പോയി. വെറുതെ ഒരു കാര്യമില്ല, വെറുതെ ടൗണിലൂടെ പോയിട്ട് കുറേ സ്ട്രേഞ്ചേഴ്സിനോടൊക്കെ സംസാരിച്ചു. വെറുതെ കടകളിലൊക്കെ കയറി നോക്കി. ഒന്നും വാങ്ങിയിട്ടില്ല, വെറുതെ ഒരു രസം. വെറുതെ ഈവനിങ്ങിൽ വെറുതെ പുറത്തു കൂടെ പോയി നടന്നു. കുറേ ഫ്രഷ് എയറൊക്കെ ബ്രീത്ത് ചെയ്ത് നേച്ചറിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ കൂടെ കുറേ നേരം ഞാൻ ഇരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് ടാസ്കുകളും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ടാസ്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ഐ ആം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസും അൺകംഫർട്ടബിൾ ഫീലിങ്ങും ഫിസിക്കലി ഞാൻ വളരെ ടയേർഡായിപ്പോയി. ഞാൻ വിചാരിച്ചു ചാലഞ്ച് ബ്രേക്ക് ആവുമെന്ന്, പക്ഷെ ഞാൻ ബ്രേക്ക് ആക്കിയില്ല. ഞാൻ എന്നെ ഓർത്ത് ഒരുപാട് പ്രൗഡാണ്. കാരണം ഞാനൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു, അത് ഞാൻ ബ്രേക്ക് ചെയ്യാതെ 10ാമത്തെ ദിവസമാണ് ഇന്ന്. അതുവരെ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇതൊക്കെ ഗ്രോത്തിൻ്റെ പാർട്ടാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ലൈഫ് ഇൻ ആൻഡ് ഔട്ട് ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എനർജി എടുക്കണം. നമ്മൾ ഒരുപാട് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും, അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അത്ര സുഖകരമല്ല ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ടാസ്കുകൾ ചെയ്യുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും നമ്മുടെ ഫിയേഴ്സിനെ ബ്രേക്ക് ചെയ്യുന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ അത് ചെയ്യുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ പ്രൗഡാണ്. ഞാൻ ഓരോ ദിവസം ചെറിയ രീതിയിൽ ഗ്രോ ആവുന്നുണ്ട്. അതിൽ ഞാൻ വളരെ പ്രൗഡാണ്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇമോഷൻസിനെ ഇഗ്നോർ ചെയ്യരുത്, സപ്രസ് ചെയ്ത് വെക്കരുത്. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ഇമോഷൻസ് ഉണ്ട്. ഒരിക്കലും അതൊന്നും സപ്രസ് ചെയ്ത് വെക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുമ്പോൾ ഇഗ്നോർ ചെയ്യരുത്. നിങ്ങളത് ഫീൽ ചെയ്യണം. നിങ്ങൾക്ക് ചില കാര്യങ്ങളൊന്നും സ്വയം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യണം. ഒരിക്കലും ഹെൽപ്പ് ചോദിക്കാൻ ഒരു മടിയും കാണിക്കരുത്, അതിലൊരു നാണക്കേടും വിചാരിക്കരുത്. മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റൽ ഹെൽത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. അതുകൊണ്ട് ഹെൽപ്പ് സീക്ക് ചെയ്യുക. നിങ്ങളെ സ്വയം ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. നിങ്ങളിപ്പോൾ ലൈഫിൽ എന്ത് അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിലും എല്ലാത്തിനും പരിഹാരമുണ്ട്. നമുക്ക് എല്ലാത്തിനും പുറത്തു വരാൻ വേണ്ടി പറ്റും. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. ഒരിക്കലും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ ഹെൽപ്പ് സീക്ക് ചെയ്യണം. സ്വയം ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവണം. ഒരിക്കലും നിങ്ങളിൽ ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ഇമോഷൻസിനെ ഇഗ്നോർ ചെയ്യരുത്. നിങ്ങളെ ഇഗ്നോർ ചെയ്യരുത്. യു ഡിസേർവ് ഹെൽപ്പ്. യു ഡിസേർവ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. ഓൾവേസ് ഹെൽപ്പ് യുവർ സെൽഫ്. ആസ്ക് ഹെൽപ്പ്. നമ്മൾ പലപ്പോഴും ഈ ഹെൽപ്പ് ചോദിക്കാൻ ഒരു മടി കാണിക്കാറുണ്ട്, ഞാനടക്കം. പക്ഷേ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും നമുക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യണം. സ്വയം ഹെൽപ്പ് ചെയ്യാനും റെഡി ആവണം. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ സക്സസ്ഫുള്ളി ഡേ 10 ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ടാസ്കുകൾ ഞാൻ ചെയ്തു. ഇന്ന് ഞാൻ പുറത്തു പോയി സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിച്ചു. എനിക്ക് അങ്ങോട്ട് കയറി ആൾക്കാരോട് സംസാരിക്കാന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഓരോ ദിവസവും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ ഫിയേഴ്സൊക്കെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് എനിക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ ഒട്ടും ഓക്കെ അല്ല മെൻ്റലി. എനിക്കൊന്ന് പുറത്ത് പോകണം. ഒന്ന് പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും. ആരും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല ഒറ്റയ്ക്ക് പുറത്ത് പോകാൻ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ അധികം ഒറ്റയ്ക്ക് പോകാറില്ല, ആരെങ്കിലും ഇല്ലാതെ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് പോയി കുറേ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിച്ചു. അങ്ങോട്ട് പോയി സംസാരിച്ചു. അവരെന്നോട് നല്ല രീതിയിൽ സംസാരിച്ചു. നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ കുറേ നേരം നേച്ചറിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ എന്നെ ഓർക്കുന്ന സമയത്ത് വളരെയധികം പ്രൗഡാണ്. ഞാൻ ഇന്ന് ചെയ്ത ഓരോ കാര്യങ്ങൾക്കും ഞാൻ പ്രൗഡാണ്. കാരണം അത്രയധികം ഞാൻ ടയേർഡായി പോയിരുന്നു. പക്ഷേ എൻ്റെ സെൽഫിൽ ഗിവ് അപ്പ് ചെയ്യാതെ എനിക്ക് വേണ്ടി ഞാൻ ഷോപ്പ് ചെയ്തു, എനിക്ക് വേണ്ടി ഞാൻ നിന്നു. അത് ഓർക്കുന്ന സമയത്ത് ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് എനിക്കൊരു ദിവസം കൂടെ കിട്ടി. ഒരുപാട് എക്സ്പീരിയൻസുകൾ കിട്ടി.
എൻ്റെ ഒരുപാട് ഫിയേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റി, ഒരുപാട് ഇമോഷൻസ് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റി. അതുപോലെ ഞാൻ ഓരോ ദിവസവും എൻ്റെ ഡ്രീമിലേക്ക് ഇങ്ങനെ നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ആൻഡ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഓൾവേസ് ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് ലവ് യുവർ സെൽഫ്, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, ഹെൽപ്പ് യുവർ സെൽഫ്, ആസ്ക് ഹെൽപ്പ്. ഒരു നാണക്കേടും മടിയും വിചാരിക്കരുത് അതിലൊന്നും. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഇന്നത്തെ ഡേ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുവാണ്. 10 ദിവസമായി. ഒരു ദിവസം പോലും മുടങ്ങാതെ വീഡിയോ ചെയ്യുന്നുണ്ട്, ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇമോഷനിലൂടെ കടന്നുപോയി. ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട്. എന്നാലും ഇന്ന് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ, ടേക്ക് കെയർ. God bless you all, love you all. Thank you so much for your valuable time. God bless you. Bye.